നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ജനപ്രിയ തീരുമാനങ്ങളുമായി സർക്കാർ. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 40 വയസ്സായി ഉയർത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായം 45ഉം OBCക്ക് 43ഉം വയസ്സാക്കി. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. വീടുകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കും മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാരിന്റെ സുപ്രധാന തീരുമാനങ്ങൾ. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി ഉയർത്തി. ജനറൽ വിഭാഗത്തിന് പരമാവധി പ്രായം 36-ൽ നിന്ന് 40 വയസ്സാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായം 45 വയസ്സും OBCക്ക് 43 വയസ്സുമാക്കി. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനും മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി. ഇതിനകം തീരുമാനമെടുത്ത ശുപാർശകൾക്ക് പുറമെ 32 ശുപാർശകളിൽ കൂടി മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1947 എന്ന വർഷം മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമായതിനാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായ ഒരു രേഖയായി പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നാണ് പുതിയ തീരുമാനം. വീടുകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാസസ്ഥലങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പാരാമെട്രിക് ഇൻഷുറൻസ്, ഇൻഡെംനിറ്റി ഇൻഷുറൻസ് എന്നീ പരസ്പര പൂരകമായ ഇൻഷുറൻസ് മാതൃകകൾ ഉൾപ്പെടുത്തിയാണ് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 5 വർഷത്തേക്കാണ് ഇൻഷുറൻസ് കാലാവധി. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രത്യേക വീഡിയോ അഭിമുഖം നടത്തി നടൻ മോഹൻലാൽ. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരാണ് അഭിമുഖ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. പ്രത്യേക അഭിമുഖത്തിന്റെ ടീസർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല് നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. ഇനി കേരളയല്ല, സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. എന്നാൽ പേരുമാറ്റം CPIM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. പശ്ചിമബംഗാളിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നും മമത ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ചരിത്രപരമായ തീരുമാനം. ദീർഘകാലമായുള്ള ആവശ്യമാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. तब से एक बड़ी डिमांड थी कि केरला का नाम केरलम होना चाहिए. आज यूनियन कैबिनेट ने अप्रूवल दिया. പേരുമാറ്റത്തിനായി കേരള പേരുമാറ്റ ബിൽ 2026 രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയ്ക്ക് അയക്കുമെന്നും സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടിയ ശേഷം കേന്ദ്ര സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പേരുമാറ്റത്തിനായി പാർലമെന്റും ബില്ല് പാസാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം 2023 ഓഗസ്റ്റ് 9 സംസ്ഥാന നിയമസഭ പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. സാങ്കേതിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചു.
തുടർന്നാണ് 2024 ജൂൺ 24-ന് സംസ്ഥാന നിയമസഭ ഐകകണ്ഠമായി വീണ്ടും പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിന് ഭരണഘടനാ അനുച്ഛേദം 3 അനുസരിച്ച് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് പ്രമേയം. നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെയാണ് ഈ ആവശ്യത്തിന് അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാനത്തിന്റെ പേരുമാറ്റം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. 24 ഡൽഹി. ഫസ്റ്റ് ഓൺ 24. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ. ആരോഗ്യമന്ത്രി, ധനമന്ത്രി, ഒപ്പം ഇരുവകുപ്പുകളിലെയും സെക്രട്ടറിമാരുമായി വ്യാഴാഴ്ച ചർച്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷം ഡോക്ടേഴ്സിന്റെ പ്രതിനിധികളെ ബന്ധപ്പെടാമെന്ന് സർക്കാർ. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടായില്ല. സമരം അതുപോലെ തന്നെ തുടരുന്നൊരു സാഹചര്യം. ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങിയിരിക്കുന്നത്? അമൃത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചാണ് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ അവർ സമരരംഗത്തുള്ളത്. മറ്റു വിവിധ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചെങ്കിലും, സർക്കാർ അത് പരിഹരിച്ചെങ്കിലും ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഫോർമുലയിലേക്ക് എത്തുന്നില്ല, ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെയാണ് KGM-CTS സമരം ആരംഭിച്ചത്. ഇപ്പോൾ അവർ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണവും തുടരുകയാണ്. അതായത് അക്കാദമിക് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കുട്ടികളുടെ, അതായത് PG വിദ്യാർത്ഥികളുടെയും MBBS വിദ്യാർത്ഥികളുടെ അടക്കം വിദ്യാഭ്യാസം അത് മുടങ്ങുന്ന സ്ഥിതിയുണ്ട്. ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൃത്യമായി ചികിത്സ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരോട് ഇടവിട്ട് സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ആ ചർച്ചയിലും ഡോക്ടർമാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ KGM-CTS അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഒരു വട്ടം കൂടി സർക്കാർ ഇരിക്കും. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി, ഒപ്പം ധനമന്ത്രി, ഒപ്പം ആരോഗ്യ ധന മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തും. അവർ ഒന്നിച്ചിരുന്ന ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഡോക്ടർമാരുടെ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ചർച്ച നടത്തുക. ആ ചർച്ചയ്ക്ക് ശേഷം KGM-CTS പ്രതിനിധികൾ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിനിധികളെ സർക്കാർ ബന്ധപ്പെടാമെന്നാണ് അവരോട് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിൽ KGM-CTS ഭാരവാഹികൾ പറയുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം ഉരുത്തിരിയുന്ന ഫോർമുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ KGM-CTS പ്രതിനിധികൾ സർക്കാർ വിളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്താണ്, വ്യാഴാഴ്ചയാണ് ഈ ചർച്ച, സർക്കാർ തലത്തിൽ ഈ ചർച്ച നടക്കുക. അതിനുശേഷമായിരിക്കും ഡോക്ടർമാരെ വിളിക്കുക. ഈ സമരം തീരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യാഴാഴ്ച അറിയാം. എന്താണെങ്കിലും നിസ്സഹകരണ സമരമടക്കം അവർ ഇപ്പോഴും തുടരുകയാണ്. അമൃത, സമരത്തിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കോഴിക്കോടും കൊച്ചിയിലും ട്രെയിൻ തടഞ്ഞ പ്രതിഷേധം. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാലിലേക്കാണ്. ലാൽ, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? ഈ ട്രെയിൻ തടഞ്ഞൊക്കെ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അതെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞുള്ള സമരത്തിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചൊരു സമരമാണ് എങ്കിൽ പോലും ട്രെയിൻ വരാൻ വൈകിയതുകൊണ്ട് സമരം അല്പം വൈകിയിരുന്നു. പക്ഷേ റെയിൽവേ ട്രാക്കിലേക്ക് ഇവർക്ക് പൂർണ്ണമായി കടക്കാൻ കഴിഞ്ഞില്ല എന്നൊരവസ്ഥ കൂടിയാണ്. കാരണം സമരപ്രഖ്യാപനവുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ RPFും പോലീസും ചേർന്ന് ഇവരെ തടയുകയായിരുന്നു. ജനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. ജനീഷ് കുമാറിനെ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇവർ തടയാനായിട്ട് എത്തിയിരുന്നത് തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി ആയിരുന്നു. പക്ഷേ ഇന്റർസിറ്റി ട്രാക്കിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഓടിക്കയറിയ പ്രവർത്തകരെയാണ് RPFിന്റെ ഒരു സംഘം ചേർന്ന് തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല, റെയിൽവേ ട്രാക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ഇവരെ പൂർണ്ണമായും റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ ശ്രമത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമെന്നോണമാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്ന സമരം നടത്തിയ പ്രവർത്തകരെ ഓരോരുത്തരെയായി തന്നെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് സംഘം, RPFും പോലീസ് സംഘവും ബസ്സിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ആക്കം കുറിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനകീയ വിരുദ്ധ നയങ്ങളാണ്, പ്രതിഷേധിക്കാൻ പോലും അവകാശം നൽകാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇനി കോഴിക്കോടേക്ക് പോയാൽ അവിടെ നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, കോഴിക്കോട് എന്താണ് സാഹചര്യം? ഈ പ്രതിഷേധം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുകയാണോ, അതല്ലാതെ അവസാനിച്ചോ?
അല്പം കടന്നുപോയി. കാരണം ഇപ്പൊ കൊച്ചിയിൽ ട്രാക്കിലേക്ക് പ്രവർത്തകരെ കടത്തിവിട്ടിട്ടുണ്ട്. കോഴിക്കോട് 2 ട്രെയിനുകൾക്ക് മുന്നിലായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4ാം പ്ലാറ്റ്ഫോമിലെത്തിയ ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ മുന്നിൽ പ്രവർത്തകർ കുത്തിയിരിക്കുകയും അവരെ പിടിച്ചു മാറ്റാൻ പോലീസിന് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. അല്പസമയം മുൻപ് മാവേലി എക്സ്പ്രസ് എത്തിയപ്പോഴും സമാനമായ തരത്തിലുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. ശരി, AI ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോടും കൊച്ചിയിലും ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് എന്നിവർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. കിഫ്ബി വഴി നടപ്പിലാക്കുന്ന വൻകിട പദ്ധതികളിലൂടെ കണ്ണൂർ ജില്ലയുടെ അടിസ്ഥാന സൗകര്യ, ആരോഗ്യ, ടൂറിസം മേഖലകളിൽ ദൃശ്യമാകുന്നത് സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാടിന്റെ മുഖച്ഛായ മാറ്റിയ ടൂറിസം പദ്ധതി മുതൽ അത്യാധുനിക വിദ്യാഭ്യാസ ഹബ്ബുകൾ വരെ ജില്ലയുടെ വികസന ഭൂപടത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ₹285 കോടി ചെലവിൽ പണി പൂർത്തിയാകുന്ന പിണറായി എഡ്യൂക്കേഷൻ ഹബ് കിഫ്ബി വഴി നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 12.93 ഏക്കർ സ്ഥലത്താണ് എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണം. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് ITI, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റനേകം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര ടൂറിസം വികസന പദ്ധതി 233.72 കോടി ചെലവിട്ടാണ് നടപ്പാക്കുന്നത്. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്. 4 ക്യാരക്ടർ ഏരിയകളായി തിരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയത്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വടക്കുവശം, തെക്കുവശം ധർമ്മടം ബീച്ച്, ധർമ്മടം ദ്വീപ് എന്നിവയാണ് ക്യാരക്ടർ ഏരിയകൾ. ഇതിന്റെ ആദ്യ ക്യാരക്ടർ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 57 കോടി ചെലവിൽ തലശ്ശേരി കോടതി സമുച്ചയം നിർമ്മാണം പൂർത്തിയാക്കിയതും മലബാർ ക്യാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് നടപ്പാക്കിയതും കിഫ്ബി വഴിയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, സർജിക്കൽ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണവും നവീകരണവുമാണ് ഇവിടെ നടന്നത്. ഇനിയുമേറെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ സഹായത്തോടെ ജില്ലയിൽ നടപ്പാക്കാനൊരുങ്ങുന്നുണ്ട്. 24 കണ്ണൂർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചു. വിദ്യാർത്ഥികളിൽ ചിക്കൻ ബോക്സ് പടർന്നതിനെ തുടർന്നാണ് തീരുമാനം. നഷ്ടപ്പെട്ട ക്ലാസുകൾ പിന്നീട് പുനഃക്രമീകരിക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ ചിക്കൻ പോക്സ് രോഗം പടർന്നതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതേസമയം നഷ്ടപ്പെട്ട ക്ലാസുകൾ അത് പിന്നീട് പുനഃക്രമീകരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടം തകർന്നതിൽ വലിയ പ്രതിഷേധം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മേയർ ഒ സദാശിവത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം അപകടത്തിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മേയറെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ രാത്രിയിലും മേയറുടെ വസതിയിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ തന്നെയാണോ ഉള്ളത്? അവിടെ നിന്ന് ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട്? അമൃത, കോർപ്പറേഷന്റെ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായതിൽ വലിയ പ്രതിഷേധമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മേയർ ഭവന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു തള്ളിക്കയറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ, PV അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ
UDF പ്രവർത്തകർ, അതായത് യുവാക്കളടക്കമുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, അങ്ങനെ ഒരുപാടധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വരുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് തള്ളി മറിച്ചിട്ടുകൊണ്ട് ഈ മേയർ ഭവൻ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച പ്രവർത്തകരൊക്കെ, BJP പ്രവർത്തകരൊക്കെ ഈ മേയറെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നെങ്കിലും മേയറെ കാണാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനിലേക്ക് കടത്തിവിട്ടില്ല. തുടർന്ന് ദീർഘനേരം അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ ഓരോന്നായി പ്രവർത്തകർ മറിച്ചിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേയർ ഭവൻ അകത്തേക്ക് തങ്ങൾ കയറും എന്ന് പറഞ്ഞുകൊണ്ട് മേയർ നേരിട്ട് പ്രതിഷേധം തങ്ങൾക്ക് അറിയിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, അങ്ങനെ UDF-ലെ മുഴുവൻ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് പ്രതിഷേധം വഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ വലിയങ്ങാടിയിൽ നിന്ന് ഈ പ്രതിഷേധം ആരംഭിച്ചത്. എവിടെയാണോ ഈ 4 കുടുംബങ്ങളുടെ കണ്ണീർ വീണത് അവിടെ നിന്ന് തന്നെ ഈ മാർച്ച് ആരംഭിക്കുകയും തുടർന്ന് നേതാക്കൾ നയിച്ചുകൊണ്ട് പ്രവീൺ കുമാറും അതോടൊപ്പം തന്നെ PV അൻവർ അടക്കമുള്ള നേതാക്കൾ ഈ മാർച്ചിനെ നയിച്ചുകൊണ്ട് ഇപ്പോൾ മേയറുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ ബാരിക്കേഡുകൾ മറച്ചിട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഇവർ ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ചിലർ. മറ്റു ചിലർ ഈ മതിൽ മറികടന്നുകൊണ്ട് മേയറുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. അമൃത, മരണത്തിനിടയാക്കിയ അപകടത്തിലെ കെടുകാര്യസ്ഥത, അലംഭാവം, അശ്രദ്ധ, അതുപോലെ തന്നെ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തതിൽ കോർപ്പറേഷൻ വീഴ്ച, അങ്ങനെ ഓരോ കാര്യങ്ങളും, കെടുകാര്യസ്ഥയുടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്ന മണിക്കൂറുകളിലാണ് ഇപ്പോൾ ഈ പറയുന്ന വലിയങ്ങാടി അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDSF-ന്റെ, കോൺഗ്രസിന്റെ, UDF-ന്റെ പ്രതിഷേധം നടക്കുന്നത്. മുസ്ലിം ലീഗും UDF പ്രവർത്തകരും അടക്കമുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ മേയറുടെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലടക്കം നമ്മൾ കണ്ടതാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ, ഭരണസമിതിയുടെ വീഴ്ചയിൽ, മേയറുടെ വീഴ്ചയിലടക്കം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചത് ഒരു കൊലപാതകമാണെന്ന രീതിയിൽ, അനാസ്ഥയുടെ ഇരകളാണെന്ന രീതിയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി, രാഷ്ട്രീയവാദം കൂടിയാക്കി യൂത്ത് കോൺഗ്രസും UDF-ഉം അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുന്നു. BJP അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഈ രാത്രി ഇപ്പോൾ നൈറ്റ് മാർച്ചിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് കോൺഗ്രസ് UDF പ്രവർത്തകർ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകി. നിഖിൽ, ഈ പറയുന്ന പോലെ നേരത്തെ തന്നെ സംഘടിച്ചെത്തിയ ആളുകളാണ്. പോലീസുകാർ കൃത്യമായ എണ്ണത്തിൽ അവിടെ ഉണ്ടോ? മേയർ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ നിലവിൽ? മേയർ തന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ ഉണ്ട്. സുഹേല്, ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം അത് ഈ കോർപ്പറേഷൻ ഉണ്ടാക്കിയതാണ്. മേയറാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഈ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ, PV അൻവർ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.